ഇതെന്താ ഇവളുടെ മുഖം ഇങ്ങനെ ഇരിക്കണേ? പോട്ട് എന്താണ്ടായി? എന്താടീ? മാവാ, ഈ പഞ്ചായത്തിന്റെ കെയർ ഓഫ് ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ അടുത്ത് വെള്ളയമ്പലത്തുണ്ട്. അപ്പൊ ക്ലീറ്റ് വന്ന് അവളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഉണ്ട്, നീ പോണാടി എന്ന് ചോദിച്ചു. അവൾ എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു തങ്കമില്ലാതെ പോവല്ലേ എന്ന് പറഞ്ഞു. അവിടെ തങ്കത്തിനെയും കൊണ്ടുപോയ കൊച്ചിനായിരുന്നു നോക്കും. ഞാൻ ആദ്യം പോയി പഠിക്കട്ടെ, ഒരു മാസം പഠിച്ചതിന് ശേഷം ചേച്ചിയുടെ പിന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. നല്ല കാര്യല്ലേ അത്? അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, അല്ലാതെ അവൾ അറിയാതെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ സംഭവം ഇന്ന് കുളമായി പോയി. എങ്ങനെയെന്ന് വെച്ചാല് ഇവളിവിടെ തയ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ് പോയില്ലേ, ആ തയ്യൽ ക്ലാസ്സിലല്ലായിരുന്നു, ഇതേ ബ്യൂട്ടീഷ്യൻ കോഴ്സിന്. ഒന്ന് പോടാ. അങ്ങനെയാണെങ്കിൽ അവര് നേരത്തെ കാണില്ലേ? രണ്ട് സമയത്തായിരുന്നു. ഞാൻ രാവിലെയും ചേച്ചി ഉച്ചയ്ക്കും. ഇന്ന് ഇതിന്റെ അവസാന ദിവസമായിരുന്നു. അപ്പൊ എല്ലാരും ഒരുമിച്ചായി ബാച്ച്. അമ്മാവനൊന്ന് ആലോചിച്ചോക്കെ, ഒരു വീട്ടില് എന്റെ ഭർത്താവ്, എന്റെ ആങ്ങള, എന്റെ നാത്തു, മൂന്നേരും കൂടി എന്നെ പറ്റിച്ച് എങ്ങനെ ഉണ്ടാവും? എന്നോട് നോണ പറഞ്ഞ് എന്നെ മറിച്ച് പോയില്ലേ? അപ്പൊ ചേച്ചി ഒറ്റയ്ക്ക് പറ്റിച്ചിട്ടല്ലേ വന്നത്? അപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ? അല്ലേ? അതെങ്ങനെ ചേരാ? അല്ലേ? അപ്പൊ ചേർന്ന കാര്യങ്ങളാണല്ലോ എല്ലാരും ചേർത്ത് വെക്കണത് ഇവിടെ. അല്ല തങ്കം, ഇപ്പൊ നീയല്ലേ ജയിച്ചത്. ഇവരെല്ലാരും കൂടിയിട്ടാണ് നിന്നെ പറ്റിച്ച്. നീ ഒറ്റയ്ക്ക് അവരെല്ലാവരും പറ്റിച്ചില്ലേ? നീയാ പിടിക്ക്. എന്നിട്ടും കണ്ണീരും. ഇവളോട് മര്യാദക്ക് ഇരിക്കാൻ പറഞ്ഞു. എന്നാലും നീ എന്നോട് പറയൂ, വേണ്ട പോ. എന്നിട്ട് അവസാനം ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് അവസാനത്തെ ദിവസമൊക്കെ തന്നെ ആയിരുന്നു. പറ അങ്ങോട്ട്. ആദ്യം കുത്തിക്കേട്ട് പോയല്ലോ, പറയാൻ പാടില്ലായിരുന്നു. ഇന്ന് ബെസ്റ്റ് എന്താ പെർഫോമർ അത് കിട്ടണ ദിവസമായിരുന്നു. ഇവളോട് ഗോവയിലെ മണവാട്ടിനെ പോലെ റെഡിയാക്കാൻ പറഞ്ഞു. ചേച്ചിയോട് മണിപ്പൂരിയാ പറഞ്ഞത്. എന്റെ കാര്യം ഇപ്പൊ പറഞ്ഞോ? പിന്നെ എന്റെ കാര്യം പറയുമ്പോ ഞാൻ ചേച്ചിയുടെ കാര്യം പറയണ്ടേ? ഓ, എന്നെ അങ്ങനെ ചവിട്ടി താത്തല്ലേ. ആർക്കും ഫസ്റ്റ് കിട്ടിയില്ല. ഇവളോട് ഗോവയാക്കാൻ പറഞ്ഞില്ലേ? പക്ഷെ ഹിമാലയത്തിലെ ആളെ പോലെ ഇരുന്നേന്ന് അവിടുന്ന് വന്ന ആള് പറഞ്ഞു. ചേച്ചിയെ ഒരുക്കിയപ്പോഴത്തേക്ക് ഏത് രാജ്യമാണെന്ന് പോലും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചേച്ചി എന്നെ അർപ്പിച്ചോണ്ട് അമ്മാവ്, അല്ലെങ്കിൽ സത്യമായിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയാണ്. രണ്ടുപേർക്ക് കിട്ടില്ലല്ലോ. ആ സമാധാനം. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയെങ്കിൽ ഇപ്പൊ അവസ്ഥ ഭാഗ്യം. ഹലോ തയ്യൽ ടീച്ചർ, ഡാൻസ് ടീച്ചർ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ അവസാനത്തെ ക്ലാസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ക്ലാസ് എന്തായാലും ഇന്നത്തോടുകൂടി അവസാനിച്ചു. തയ്യൽ ടീച്ചറിന് എന്തായി? നല്ലായിരുന്നു. നല്ല രീതിയിൽ അവസാനിച്ചു അല്ലേ? ഓക്കെ, ഹാപ്പി. പിന്നെ തങ്കം, വേറെ സംഭവം, പഞ്ചായത്തിൻ്റെ ഇതിൽ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് തുടങ്ങുന്നുണ്ട്. തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും. തിങ്കളാഴ്ച മുതൽ തുടങ്ങും. അപ്പം ഞാനത് ഒരു കാര്യം പ്ലാൻ ചെയ്തത്, ആദ്യം തങ്കം പോയി ആ കോഴ്സ് അറ്റൻഡ് ചെയ്യണം. നീ പഠിച്ചു കഴിഞ്ഞിട്ട് ലില്ലി പോട്ടെ. അതറിയാമോ, കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും വേണ്ട. അപ്പം മാറി ആകുമ്പോൾ അല്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം ക്ലീറ്റ്. എനിക്ക് അതിനുള്ള കഴിവില്ല. ലില്ലിക്ക് നല്ല കഴിവാ. അവളിപ്പോൾ ഡാൻസ് ഇതെല്ലാം കഴിഞ്ഞ് അവൾ ഒരുപാട് ക്ഷീണിച്ചിരിക്കുക. വേണ്ട, നീ പോ. അല്ല ക്ലീറ്റോ, അത് അവള് തന്നെ പൊക്കോട്ടെ. ഞാനിപ്പോ തയ്യൽ നല്ലോണം പഠിച്ചു. അത് പഠിച്ചല്ലോ, അതുപോലെ ബ്യൂട്ടീഷ്യന് നീ പഠിക്കണം. അല്ല, അത് പിന്നെ ഇപ്പൊ ഞാൻ ക്ലീറ്റോന് ഒരു ഒറ്റ വെള്ളക്കുപ്പായം തയ്ച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് നോക്കാം നമുക്ക്. വന്നേ. അയ്യോ, അതെ. എന്തെങ്കിലും ശബ്ദം കേട്ടോ വരണ്ട കേട്ടോ. ഇല്ല, ഞങ്ങളില്ല, ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ലേ. കൊച്ചു ഇവിടെ കിടന്ന് തന്നായില്ലേ? കൊച്ചു ഞെട്ടിയാലും